നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. വയനാട് പുനരധിവാസ പദ്ധതിക്കുള്ള സ്ഥലമേറ്റെടുപ്പ് നടപടി വേഗത്തിലാക്കാൻ പ്രത്യേക മന്ത്രിസഭായോഗത്തിൽ തീരുമാനം. പദ്ധതി മേൽനോട്ടത്തിന് പ്രത്യേക സമിതി. 50 വീടുകൾക്ക് മുകളിൽ വാഗ്ദാനം ചെയ്തവർ പ്രധാന സ്പോൺസർമാർ. കരട് പദ്ധതിക്ക് അംഗീകാരം അടുത്ത മന്ത്രിസഭായോഗത്തിൽ. പ്രതിരോധ രംഗത്ത് കൈകോർക്കാൻ ഇന്ത്യയും കുവൈറ്റും. സംയുക്ത സൈനിക അഭ്യാസം, പരിശീലനം, ഗവേഷണം എന്നിവയിൽ സഹകരിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പരമോന്നത ബഹുമതി സമ്മാനിച്ച് കുവൈറ്റ്. മുബാറക് അൽ കബീർ മെഡൽ സമ്മാനിച്ചത് കുവൈറ്റ് അമീർ. രാജ്യത്തിന് കിട്ടിയ ആദരമെന്ന് നരേന്ദ്രമോദി. ADGP MR അജിത് കുമാറിന് ക്ലീൻ ചിറ്റ്. അജിത് കുമാറിനെതിരായ ആരോപണങ്ങളിൽ തെളിവില്ലെന്നും കവടിയാറിലെ വീട് നിർമ്മാണം സ്വത്ത് വിവര പട്ടികയിലുണ്ടെന്നും വിജിലൻസ്. കുറവൻകോണത്തെ ഫ്ളാറ്റ് ഇടപാടിലും ക്രമക്കേട് കണ്ടെത്താനായില്ല. കോടതിയെ സമീപിക്കുമെന്ന് PV അൻവർ. വയനാട്ടിൽ രാഹുലിൻ്റെയും പ്രിയങ്കയുടെയും വിജയത്തിന് പിന്നിൽ വർഗീയ ശക്തികളെന്ന വിജയരാഘവൻ്റെ പരാമർശത്തിനെതിരെ വ്യാപക പ്രതിഷേധം. CPM-ൻ്റേത് സംഘപരിവാറിനെ പ്രീണിപ്പിക്കുന്ന സമീപനമെന്ന് പ്രതിപക്ഷ നേതാവ്. ഭൂരിപക്ഷ വർഗീയത പരത്തുന്നത് CPM-ൻ്റെ അടിത്തറ ഇളക്കുമെന്ന് കുഞ്ഞാലിക്കുട്ടി. പരാമർശം ആയുധമാക്കി BJP. പുതുവർഷ ദിനത്തിൽ പൊതു അവധി പ്രഖ്യാപിച്ചു UAE. ജനുവരി 1-ന് ഫെഡറൽ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് അവധിയായിരിക്കുമെന്ന അറിയിപ്പ്. വാർത്തകൾ വിശദമായി. വയനാട് പുനരധിവാസ പദ്ധതിക്കുള്ള സ്ഥലമേറ്റെടുപ്പ് നടപടി വേഗത്തിലാക്കാൻ പ്രത്യേക മന്ത്രിസഭായോഗത്തിൽ തീരുമാനം. 50 വീടുകൾക്ക് മുകളിൽ വാഗ്ദാനം ചെയ്തവർ പ്രധാന സ്പോൺസർമാർ. കരട് പദ്ധതിക്ക് അംഗീകാരം അടുത്ത മന്ത്രിസഭായോഗത്തിൽ ചർച്ച ചെയ്യും. വയനാട് ചൂരൽമല മുണ്ടകൈ ദുരിതബാധിതർക്കുള്ള പുനരധിവാസം ചർച്ച ചെയ്യുന്നതിനായി പ്രത്യേക മന്ത്രിസഭാ യോഗമാണ് ഓൺലൈനായി ചേർന്നത്. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം 1.5 മണിക്കൂർ നീണ്ടു. വയനാട് പുനരധിവാസത്തിന്റെ കരട് പദ്ധതി രേഖ ചീഫ് സെക്രട്ടറി യോഗത്തിൽ അവതരിപ്പിച്ചു. 750 കോടി രൂപ ചെലവിൽ 2 ടൗൺഷിപ്പുകൾ നിർമ്മിക്കാനാണ് പദ്ധതി രേഖയിലുള്ളത്. ഇവ ഒറ്റഘട്ടമായി നിർമ്മിക്കും. പുനരധിവാസ പദ്ധതിയിൽ സഹായം വാഗ്ദാനം ചെയ്തവരുടെ ലിസ്റ്റും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പദ്ധതിക്കായി സ്ഥലമേറ്റെടുക്കൽ വേഗത്തിലാക്കാനാണ് തീരുമാനം. 50 വീടുകൾ വരെ വാഗ്ദാനം ചെയ്തവരെ പ്രധാന സ്പോൺസർമാരായി കണക്കാക്കും. സഹായം വാഗ്ദാനം ചെയ്തവരുമായി മുഖ്യമന്ത്രി നേരിൽ കണ്ട് സംസാരിക്കും. കിഫ്ബി തയ്യാറാക്കിയ ഒറ്റനില വീടുകളുടെ പ്ലാനുകളും കരട് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചുമതലകൾ ആർക്കൊക്കെ എന്നതടക്കം അടുത്ത മന്ത്രിസഭാ യോഗത്തിലായിരിക്കും തീരുമാനം. ഓൺലൈനായാണ് യോഗം ചേർന്നതെങ്കിലും പുനരധിവാസം സംബന്ധിച്ച് വിശദമായ ചർച്ചയാണ് നടന്നത്. ദുരന്തം നടന്ന് മാസങ്ങൾ പിന്നിട്ടിട്ടും പുനരധിവാസം സംബന്ധിച്ച് സർക്കാർ തീരുമാനമെടുക്കാത്തത് ചർച്ചയായിരുന്നു. ഇതുകൂടി കണക്കിലെടുത്താണ് ഇതിനായി പ്രത്യേക മന്ത്രിസഭാ യോഗം ചേർന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഇന്ത്യയും കുവൈറ്റുമായി വിവിധ മേഖലകളിൽ സഹകരണത്തിന് ധാരണ. 2 ദിവസം നീണ്ടുനിന്ന കുവൈറ്റ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മടങ്ങിയെത്തി. കുവൈറ്റിൻ്റെ പരമോന്നത ബഹുമതി മുബാറക് അൽ കബീർ ഓർഡർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. ഇന്ത്യയും GCC രാജ്യങ്ങളുമായുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കുക എന്നതാണ് പ്രധാനമന്ത്രിയുടെ കുവൈറ്റ് സന്ദർശനത്തിന്റെ ലക്ഷ്യം. പ്രതിരോധം, സാംസ്കാരികം, സ്പോർട്സ്, സൗരോർജ്ജം എന്നീ 4 മേഖലകളുമായി ബന്ധപ്പെട്ട സഹകരണ കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. ഇതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാകാൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനം സഹായകരമാകും. ആരോഗ്യം, മനുഷ്യ വിഭവശേഷി, ഹൈഡ്രോ കാർബൺ എന്നീ മേഖലകളിൽ ഇരു രാജ്യങ്ങളും യോജിച്ചുള്ള പ്രവർത്തനം നിലവിലുണ്ട്. ഇതിനു പുറമെ സാങ്കേതികവിദ്യ, കൃഷി, വിദ്യാഭ്യാസം, പ്രതിരോധം, സാംസ്കാരികം എന്നീ മേഖലകളിലും യോജിച്ചുള്ള പ്രവർത്തനത്തിന് ധാരണയായി. കുവൈറ്റ് കിരീടാവകാശി ഒരുക്കിയ ഉച്ചഭക്ഷണ വിരുന്നിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. ഗൾഫ് കോ ഓപ്പറേഷൻ കൗൺസിൽ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്ത കുവൈറ്റിനെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. അതേസമയം കുവൈറ്റിന്റെ പരമോന്നത ബഹുമതി മുബാറക് അൽ കബീർ ഓർഡർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. അൽബയാൻ കൊട്ടാരത്തിൽ നടന്ന ചടങ്ങിൽ കുവൈറ്റ് അമീർ ഷെയ്ഖ് മെഷാൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാഹാണ് പുരസ്കാരം സമ്മാനിച്ചത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ കൂടുതൽ ദൃഢമാക്കുന്നതിൽ നരേന്ദ്രമോദി വഹിച്ച പങ്കിനുള്ള ആദരവാണ് ബഹുമതി. അമൃത ന്യൂസ്, കുവൈറ്റ്. അനധികൃത സ്വത്ത് സമ്പാദന കേസിലടക്കം ADGP MR അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകി വിജിലൻസ്. കവടിയാറിലെ ആഡംബര വീട് നിർമ്മാണം, കുറവൻകോണത്തെ ഫ്ളാറ്റ് വിൽപ്പന, മലപ്പുറം SP-യുടെ ക്യാമ്പ് ഓഫീസിലെ മരമുറി എന്നീ ആരോപണങ്ങളും ADGPക്കെതിരെ തെളിവില്ല എന്ന് കണ്ടെത്തി. അന്തിമ റിപ്പോർട്ട് 2 ആഴ്ചയ്ക്കകം DGPക്ക് കൈമാറും.
PV അൻവർ MLA ഉയർത്തിവിട്ട വിവാദ പരാതികൾ കവടിയാറിലെ ആഡംബര വീട് നിർമ്മാണം, കുറവൻകോണത്തെ ഫ്ളാറ്റ് വിൽപ്പന, മലപ്പുറം SP-യുടെ ക്യാമ്പ് ഓഫീസിലെ മരമുറി എന്നീ ആരോപണങ്ങളിലായിരുന്നു വിജിലൻസ് അന്വേഷണം. ഒടുവിൽ 3 മാസത്തെ അന്വേഷണത്തിനൊടുവിൽ ADGPക്ക് അനുകൂലമായ കണ്ടെത്തൽ. കോടികൾ മുടക്കി കവടിയാർ കൊട്ടാരത്തിന് സമീപം ആഡംബര ബംഗ്ലാവ് നിർമ്മിക്കുന്നുവെന്നായിരുന്നു ആരോപണങ്ങളിൽ പ്രധാനം. എന്നാൽ SBIയിൽ നിന്ന് 1.5 കോടി രൂപ വായ്പയെടുത്താണ് വീട് നിർമ്മാണമെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. നിർമ്മാണം സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടെന്നും സ്വത്ത് വിവര പട്ടികയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും വിജിലൻസ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. കുറവൻകോണത്തെ ഫ്ളാറ്റ് തിരിമറിയിലും അഴിമതിയില്ലെന്നാണ് വിജിലൻസ് കണ്ടെത്തൽ. 37 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ ഫ്ളാറ്റ് 2013-ൽ ബിൽഡിംഗ് ഉടമകൾ കൈമാറ്റം ചെയ്തു. 3 വർഷത്തിന് ശേഷം വിൽക്കുമ്പോൾ മൂല്യവർധന വീടിന്റെ വിലയിലുണ്ടായെന്നാണ് വിജിലൻസിന്റെ വിലയിരുത്തൽ. കരിപ്പൂർ വഴിയുള്ള സ്വർണ്ണക്കടത്തിൽ അജിത് കുമാറിന് പങ്കുണ്ടെന്ന് കണ്ടെത്താനും വിജിലൻസിന് സാധിച്ചിട്ടില്ല. മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസുമായി ഇതിന്റെ വിഹിതം MR അജിത് കുമാറിന് ലഭിച്ചുവെന്നായിരുന്നു ആരോപണം. ഇക്കാര്യത്തിൽ ക്ലീൻ ചിറ്റിന് പുറമെ സുജിത് ദാസിന്റെ കാലയളവിലാണ് ഏറ്റവും കൂടുതൽ സ്വർണം പിടികൂടിയതെന്നും റിപ്പോർട്ടിലുണ്ട്. മലപ്പുറം SP-യുടെ ക്യാമ്പ് ഓഫീസിലെ മരമുറിയിലും MR അജിത് കുമാറിനെ ബന്ധിപ്പിക്കുന്ന ഒന്നും തന്നെ വിജിലൻസിന് കണ്ടെത്താനായിട്ടില്ല. അന്തിമ റിപ്പോർട്ട് അന്വേഷണ സംഘം 2 ആഴ്ചയ്ക്കകം DGPക്ക് കൈമാറും. അജിത് കുമാറിന് DGP തസ്തികയിലേക്ക് സ്ഥാനക്കയറ്റം നൽകിയതിന്റെ വിവാദം തീരും മുമ്പാണ് വിജിലൻസിന്റെ ക്ലീൻ ചിറ്റ് എന്നതും ശ്രദ്ധേയം. അതേസമയം ഇനി തൃശൂർ പൂരം അട്ടിമറിയിലെ അന്വേഷണം മാത്രമാണ് MR അജിത് കുമാറിന്റെ മുന്നിലുള്ളത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അജിത് കുമാറിനെ തൊട്ടുകൊണ്ടുള്ള ഒരു തീരുമാനവും ഈ സർക്കാർ എടുക്കില്ല എന്ന് PV അൻവർ MLA. കവടിയാറിലെ വീട് നിർമ്മാണത്തിൽ അജിത് കുമാർ രജിസ്ട്രേഷൻ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. തന്റെ കൈവശമുണ്ടായിരുന്ന തെളിവുകൾ വിജിലൻസിന് നൽകിയിട്ടുമുണ്ട്. ബാക്കി തെളിവുകൾ കോടതിയിൽ നൽകുമെന്നും PV അൻവർ ഇടുക്കി കട്ടപ്പനയിൽ പ്രതികരിച്ചു. അണ്ടർലൈൻ സഖ്യങ്ങൾ 30 സീറ്റിൽ അവരുണ്ടാക്കാൻ പോവുകയാണ്. അതിൻ്റെ തെളിവുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അജിത് കുമാറിനെ തൊട്ടുകൊണ്ടുള്ളൊരു തീരുമാനം ഈ ഗവൺമെൻറ്റിൻ്റെ മുഖ്യമന്ത്രിൻ്റെ ഓഫീസിൽ എടുക്കാൻ കഴിയില്ല. അത് തന്നെയാണ് വിഷയം. CPM നേതാവ് വിജയരാഘവന്റെ വിവാദ പ്രസംഗം ആയുധമാക്കി പ്രതിപക്ഷം. CPM-ന്റേത് സംഘപരിവാറിനെ പ്രീണിപ്പിക്കുന്ന സമീപനമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. BJP കൊട്ടേഷൻ CPM ഏറ്റെടുത്തെന്ന് KC വേണുഗോപാലും വിമർശിച്ചു. ഭൂരിപക്ഷ വർഗീയത പരത്തുന്നത് CPM-ന്റെ അടിത്തറ ഇളക്കുമെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിയും വ്യക്തമാക്കി. രാഹുൽ ഗാന്ധി ജയിച്ചില്ലേ? ആരുടെ പിന്തുണയില്ല രാഹുൽ ഗാന്ധി ഡൽഹിയിലെത്തിയത്? ആരുടെ പിന്തുണയില്ല? മുസ്ലിം വർഗീയ ചേരിയുടെ ദൃഢമായ പിന്തുണയില്ലെങ്കിൽ ഈ രാഹുൽ ഗാന്ധി ഇവിടുന്ന് ഡൽഹിക്ക് എത്തുവോ? CPM പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവന്റെ രാഹുൽ ഗാന്ധി വിവാദ പരാമർശ പ്രസംഗത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. CPM-ന്റേത് സംഘപരിവാറിനെ പ്രീണിപ്പിക്കുന്ന സമീപനമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. വിജയരാഘവന്റെ വാക്കുകൾ RSS-ന് ഉപയോഗിക്കാനുള്ള ആയുധമാണെന്നും അദ്ദേഹം പ്രതികരിച്ചു. അവിടെ സംഘപരിവാറിനെ സന്തോഷിപ്പിക്കുക ഡൽഹിയിൽ. ഇത് തന്നെയാണ് സംഘപരിവാർ അവിടെ ആവർത്തിക്കാൻ പോകുന്നത്. സംഘപരിവാറിന് ഒരു ആയുധം കൊടുത്താണ് സംസാരിക്കാൻ വേണ്ടിയിട്ട്. വിജയരാഘവന്റെ പരാമർശം ഗൗരവതരമായ കാര്യമാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും പറഞ്ഞു. വിഷയത്തിൽ പോളിറ്റ് ബ്യൂറോയുടെ നിലപാട് എന്താണെന്ന് വ്യക്തമാക്കണമെന്നും വിജയരാഘവൻ വർഗീയ രാഘവനായി മാറിയെന്നും KC വേണുഗോപാൽ പറഞ്ഞു. CPM-ന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ് ശ്രീ വിജയരാഘവൻ. വിജയരാഘവൻ ഇപ്പം ഒന്നുകിൽ അദ്ദേഹത്തിന് എന്തോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട് പറയുന്ന കാര്യത്തിൽ. വിജയരാഘവന്റേത് ക്രൂരമായ പരാമർശമാണെന്നും ഭൂരിപക്ഷ വർഗീയത പരത്തുന്നത് CPIM-ന്റെ അടിത്തറ ഇളക്കുമെന്നും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു. CPM-ന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ വരുന്നത് അവരുടെ അടിത്തറ തന്നെ ഇളക്കുന്ന പരിപാടിയാണ്. വിജയരാഘവൻ വർഗീയ രാഘവനാണെന്നും വാ തുറന്നാൽ വർഗീയത മാത്രമാണ് പറയുന്നതെന്നുമായിരുന്നു മുസ്ലിം ലീഗ് നേതാവ് KM ഷാജിയുടെ പ്രതികരണം. അവനെ വിളിക്കേണ്ടത് വിജയരാഘവൻ എന്നല്ല, വർഗീയ രാഘവൻ എന്നാണ്. അതുകൊണ്ട് സൂക്ഷിക്കണം. എന്തുമാത്രം വലിയ തെമ്മാടിത്തരമാണ്. A വിജയരാഘവന് കണക്ക് ട്യൂഷൻ ഏർപ്പെടുത്തണമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശും പറഞ്ഞു. മതവർഗീയ ശക്തികളുടെ പിന്തുണയോടെയാണ് UDF ജയിക്കുന്നത്. LDF-ഉം UDF-ഉം SDPI ജമാഅത്ത് ഇസ്ലാമിയുമായി പിൻവാതിൽ ബന്ധം ഉണ്ടാക്കുന്നുണ്ടെന്നും MT രമേശ് കോഴിക്കോട് പറഞ്ഞു. CPM-ന്റെയും LDF-ന്റെയും വോട്ട് കുറഞ്ഞതിന്റെ ഒരു ജാള്യത മറക്കാൻ ഇത്തരം വില കുറഞ്ഞ ആരോപണങ്ങൾ നടത്തുന്ന വിജയരാഘവന് നല്ല ബുദ്ധി ഉപദേശിച്ചു കൊടുക്കാൻ CPM നേതൃത്വം തയ്യാറാവണം. ന്യൂസ് ഡെസ്ക് അമൃത TV. വിമർശനം തുടർന്ന് CPM തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിലെ പൊതുചർച്ച. 2ാം ദിനത്തിലെ ചർച്ചയിൽ ആഭ്യന്തര വകുപ്പിന് പുറമെ ആരോഗ്യ വകുപ്പിനും രൂക്ഷ വിമർശനമുണ്ടായി. സർക്കാർ ആശുപത്രിയിൽ ചെന്നാൽ മരുന്നുമില്ല, രാത്രിയിൽ ഡോക്ടർമാരുമില്ല എന്ന് പ്രതിനിധികൾ കുറ്റപ്പെടുത്തി. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്കെതിരെയും സമ്മേളനത്തിൽ വിമർശനം ഉയർന്നു.
സമ്മേളനകാലം CPM-ന് തിരുത്തൽ കാലമാണ്. രണ്ടാം ദിനത്തിലും പ്രതിനിധി സമ്മേളനത്തിൽ വിമർശന സ്വരമാണ് ഉയർന്നത്. ആരോഗ്യവകുപ്പ് അനാരോഗ്യത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് പ്രതിനിധികൾ പറഞ്ഞു. ആശുപത്രികളിൽ ചെന്നാൽ മരുന്നുമില്ല, രാത്രികാലങ്ങളിൽ ഡോക്ടർമാരുമില്ലെന്നായിരുന്നു വിമർശനം. ആരോഗ്യവകുപ്പിന് എങ്ങനെ ഇങ്ങനെ പോകാനാകുമെന്നും പ്രതിനിധികൾ ചോദിച്ചു. വിദ്യാഭ്യാസ വകുപ്പിന് നേരെയും ചോദ്യശരങ്ങൾ ഉയർന്നു. വിദ്യാഭ്യാസ മന്ത്രിയെ മറികടന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. വകുപ്പിൽ ശക്തനായ മന്ത്രിയിരിക്കുമ്പോൾ എങ്ങനെ ഇത് സാധിക്കുന്നുവെന്നായിരുന്നു ഉയർന്ന പ്രധാന മറ്റൊരു ചോദ്യം. CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദനെതിരെയുള്ള വിമർശനത്തിനും രണ്ടാം ദിനത്തിലും പ്രതിനിധികൾ അയവ് വരുത്തിയില്ല. പോലീസിനെ വിമർശിക്കുന്നതിനിടെ പാർട്ടി സെക്രട്ടറിയുടെ ശൈലിയെ പ്രതിനിധി സമ്മേളനത്തിൽ വനിതാ അംഗം പരിഹസിക്കുകയും ചെയ്തു. ഗോവിന്ദൻ മാഷിന്റെ വൈരുദ്ധ്യാത്മക ഭൗതികവാദം അറിയണമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോകണമെന്നും അപ്പോഴാണ് പ്രസംഗത്തിന്റെ അർത്ഥം മനസ്സിലാക്കുകയെന്നുമാണ് വനിതാ പ്രതിനിധിയുടെ പ്രതികരണം. നാളെ വൈകിട്ട് നടക്കുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. വി ജോയി ജില്ലാ സെക്രട്ടറിയായി വീണ്ടും തുടർന്നേക്കും. 4 പേർ പുതുതായി ജില്ലാ കമ്മിറ്റിയിൽ വരാനുമാണ് സാധ്യത. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഭരണഘടനാ ശില്പിയെ അപമാനിക്കുന്ന തരത്തിലേക്ക് രാജ്യം മാറിയിരിക്കുന്നുവെന്ന് സ്പീക്കർ എൻ ഷംസീർ. ഭരണഘടന തൊട്ട് സത്യം ചെയ്തവർ ഭരണഘടനാ ശില്പിയെ അവഹേളിക്കുമ്പോൾ എത്രമാത്രം അപകടകരമായ അവസ്ഥയിലേക്ക് രാജ്യം എത്തി എന്ന് ചിന്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ രാജ്യത്തിൻ്റെ ഭരണഘടനാ ശില്പിയെ പരസ്യമായി അപമാനിക്കാൻ ഭരണഘടന തൊട്ട് സത്യം ചെയ്തവർക്ക് സാധിക്കുമ്പം എത്രമാത്രം അപകടകരമായ രീതിയിലേക്ക് രാജ്യം മാറുന്നുള്ളതാണ്. അത്തരമൊരു പരാമർശം ഉത്തരവാദപ്പെട്ട സ്ഥാനത്ത് നിന്നുള്ളവർ ഉണ്ടാവാൻ പാടുണ്ടോ? ഭരണഘടനയെ തൊട്ട് കളിക്കുമ്പം ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്നവർക്ക് ചിലപ്പോൾ അഭിപ്രായങ്ങൾ പറയേണ്ടി വരും. ഇപ്പൊ ചിലർ ചോദിക്കുന്നത് ഇയാളെന്താ ഇങ്ങനെ പറയുന്നത്? ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റ് ഹോൾഡ് ചെയ്യുന്ന ഒരാൾ ഈ രാജ്യത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഉണ്ടാക്കാൻ നേതൃത്വം കൊടുത്ത വ്യക്തിയെ പരസ്യമായി ആക്ഷേപിക്കുമ്പം അതിൽ അഭിപ്രായം പറയാതെ നിശബ്ദനായിരുന്നാൽ ആഞ്ഞടിച്ച സുനാമിയിൽ കേരളത്തിൽ മാത്രം കിടപ്പാടം നഷ്ടപ്പെട്ടവരുടെ എണ്ണം ആയിരക്കണക്കിനാണ്. സുനാമി സ്പെഷ്യൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ 2562 വീടുകളാണ് സർക്കാർ നിർമ്മിച്ചു നൽകിയത്. എന്നാൽ കേരളത്തിനകത്തും പുറത്തുമായി സുനാമി ബാധിതർക്ക് 5000-ലധികം വീടുകൾ നിർമ്മിച്ചു നൽകിയാണ് മാതാ അമൃതാനന്ദമയി മഠം മാതൃകയായത്. പ്രകൃതിക്ഷോഭങ്ങളെ പ്രതിരോധിക്കാൻ പ്രാപ്തമായതും അടിയന്തര സാഹചര്യങ്ങളിൽ രക്ഷപ്പെടാൻ സാധിക്കുന്നതുമായ ഈ വീടുകൾ ഒരു കുലുക്കവുമില്ലാതെ ആലപ്പാട്ടിലും അന്യനാടുകളിലും നമുക്ക് ഇന്നും കാണാൻ കഴിയും. 2004 ഡിസംബർ 26 സുനാമി തിരയെടുത്ത പല ജീവനുകളും ഒന്നിച്ചൊരുമിച്ച് അഴീക്കൽ തീരത്തൊരുക്കിയ മണലാഴങ്ങളിലേക്ക് മറഞ്ഞകന്നപ്പോൾ ഉറ്റവരുടെ വേർപാടിൽ അലമുറയിട്ട് നിന്നവരെ ആശ്വസിപ്പിച്ച് ചേർത്ത് നിർത്തിയ അമ്മ അവശേഷിച്ചവർക്ക് ജീവിതം ഒന്നു മുതൽ ആരംഭിക്കുവാൻ വേണ്ടതെല്ലാം ഒരുക്കി. മാസങ്ങൾ കഴിഞ്ഞ് ക്യാമ്പുകളിൽ നിന്നും മടങ്ങുന്നവരിനി എവിടേക്കെന്ന ചോദ്യത്തിനും അമ്മ ഉത്തരം കണ്ടെത്തി. ഇവിടെ സുനാമിക്ക് ശേഷം അമൃതാനന്ദമയി എന്ന് പറഞ്ഞ ആ ഒരു സ്ഥാപനം ഇല്ലായിരുന്നുണ്ടെങ്കിൽ തീർത്തും ഞങ്ങളുടെയൊക്കെ അവസ്ഥ വളരെ ദയനീയമായി പോയേനും. കാര്യം ഇന്നും എൻ്റെ വീട് ഇപ്പോൾ 20 വർഷമായി ഒരു ചലനമില്ലാതെ നിൽക്കുന്ന ഒരു വീടെന്ന് പറഞ്ഞത് അമ്മ വെച്ചെന്ന വീട് തന്നെയാണ്. അമ്മയെ സ്മരിക്കാതെ വയ്യ. കാര്യം ഞങ്ങൾ സമയാസമയം പാത്രം കൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് ഭക്ഷണം വീട്ടിൽ കൊണ്ട് തരുമായിരുന്നു. ആ കാലഘട്ടങ്ങൾ ഒരിക്കലും അമ്മയെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. അത് പ്രത്യേക അനുഭവം തന്നെയാണ്. ആലപ്പാട് മാത്രമല്ല, സുനാമിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെട്ട തമിഴ്നാട്ടിലും അമ്മയുടെ കാരുണ്യത്താൽ വീടുകൾ ഒരുങ്ങി. 4500ഓളം വീടുകളാണ് തമിഴ്നാട്ടിൽ മാത്രം നിർമ്മിച്ചു നൽകിയത്. പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിക്കാൻ കഴിയും വിധം അടച്ചുറപ്പുള്ള വീടുകളാകണം നിർമ്മിക്കേണ്ടതെന്ന് അമ്മ തീരുമാനിച്ചിരുന്നു. ദുരന്തമെത്തിയാൽ ഒരു ജീവനും നഷ്ടമാകാത്ത വിധമുള്ള വീടുകൾ അമ്മ വിഭാവനം ചെയ്തു. സർക്കാരുകൾ സുനാമി വീടുകൾക്ക് 3,75,000 രൂപ വകയിരുത്തിയപ്പോൾ 4.5 ലക്ഷം രൂപയിലാണ് മാതാ അമൃതാനന്ദമയി മഠം 460 ചതുരശ്ര അടി വിസ്തീർണമുള്ള വീടുകൾ നിർമ്മിച്ചത്. ആലപ്പാട് പോലെ വാഹന സൗകര്യം കുറഞ്ഞ പ്രദേശങ്ങളിൽ നിർമ്മാണ സാമഗ്രികൾ സ്ഥലത്തെത്തിക്കുകയായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളി. എന്നാൽ അമൃതയുടെ സർവ്വസന്നാഹങ്ങളും ചേർന്ന മനുഷ്യച്ചങ്ങല തീർത്ത രാവുകളെ പകലുകളാക്കി നിർമ്മാണ സാമഗ്രികൾ അവിടെ തന്നെ തയ്യാറാക്കി വീടുകൾ ഒരുക്കി. അമ്മ സഹായഹസ്തം നീട്ടി അനുഗ്രഹിച്ച അന്യനാടുകളിലെ ജനതയും ജനപ്രതിനിധികളും പോലും ആലപ്പാട്ടേക്ക് വീടൊരുക്കാനെത്തി. അങ്ങനെ 2005 ഏപ്രിൽ 18 സുനാമി പുനരധിവാസ പദ്ധതിയിലെ മാതാ അമൃതാനന്ദമയി മഠത്തിൻ്റെ ആദ്യ വീടുകൾ അമ്മ മക്കൾക്ക് സമ്മാനിച്ചു. ആ മഹാദുരന്തത്തിൻ്റെ ഓർമ്മകൾ 2 പതിറ്റാണ്ടിലേക്ക് എത്തുമ്പോഴും അമ്മയുടെ കാരുണ്യത്തിൻ്റെയും ആശ്രമ മക്കളുടെ മെയ്ക്കരുത്തിൻ്റെയും പ്രതീകങ്ങളായി ഈ വീടുകൾ ഇന്നും ആലപ്പാട് ഉൾപ്പെടെയുള്ള ഗ്രാമങ്ങളിൽ അങ്ങനെ തന്നെയുണ്ട്. സുജിത് സുരേന്ദ്രൻ, അമൃത ന്യൂസ്, കൊല്ലം.
ഒഡീഷയിലെ 26 തീരദേശ ഗ്രാമങ്ങളെ ഇന്റർ ഗവൺമെന്റൽ ഓഷ്യാനോഗ്രാഫിക് കമ്മീഷൻ സുനാമി റെഡിയായി അംഗീകരിച്ചു. സുനാമി ദുരന്തത്തെ നേരിടുന്നതിന് തീരദേശ സമൂഹത്തെ ശക്തിപ്പെടുത്തുന്നതിനായി യുനെസ്കോ വിഭാവനം ചെയ്ത പദ്ധതിയാണ് സുനാമി റെഡി. സുനാമി ദുരന്ത ലഘൂകരണ പദ്ധതികൾ, ഭൂപടങ്ങൾ, അവബോധന ക്ലാസുകൾ, മോക്ക് ഡ്രില്ലുകൾ തുടങ്ങി 12 സൂചികകൾ മുൻനിർത്തി ഒരു തീരദേശ ഗ്രാമത്തിന് സാക്ഷ്യപത്രം നൽകുന്ന അന്താരാഷ്ട്ര പദ്ധതിയാണ് ഇത്. സുനാമി പോലെയുള്ള ദുരന്തങ്ങളെ നേരിടാനായി തയ്യാറെടുപ്പ് മെച്ചപ്പെടുത്തുക, ജീവനോപാധികൾ, സ്വത്ത് എന്നിവയുടെ നഷ്ടം പരമാവധി കുറയ്ക്കുക തുടങ്ങിയവയാണ് പരിപാടിയുടെ പ്രധാന ലക്ഷ്യം. പൊതുജനങ്ങൾ, ദേശീയ, പ്രാദേശിക എമർജൻസി മാനേജ്മെൻറ്റ് ഏജൻസികൾ, സർക്കാർ എന്നിവരുടെ സജീവമായ സഹകരണത്തിലൂടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. മൂല്യനിർണ്ണയ പ്രക്രിയയ്ക്ക് ശേഷമുള്ള ദേശീയ ബോർഡിൻ്റെ ശുപാർശകളെ അടിസ്ഥാനമാക്കിയാണ് സുനാമി റെഡിയായി അംഗീകരിച്ചത്. ഈ അംഗീകാരം ലഭിക്കുന്ന ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ ആദ്യ രാജ്യമാണ് ഇന്ത്യ. ദുബായിലെ പ്രധാന നിരത്തുകളായ ഹെസ്സ സ്ട്രീറ്റിനെയും അൽ ഖൈൽ റോഡിനെയും ബന്ധിപ്പിക്കുന്ന പുതിയ പാലം യാത്രയ്ക്കായി തുറന്നുകൊടുത്തു. 1 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാലം ഹെസ്സ സ്ട്രീറ്റിൻ്റെ ശേഷി ഇരട്ടിയായി വർദ്ധിപ്പിക്കുമെന്ന് ദുബായ് RTA വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. പുതിയ പാലം തുറന്നതോടെ ഹെസ്സ സ്ട്രീറ്റിൽ നിന്നും അൽ ഖൈൽ റോഡിലേക്കുള്ള യാത്രാ സമയം 15 മിനിറ്റിൽ നിന്നും 3 മിനിറ്റായി കുറയും. ഹെസ്സ സ്ട്രീറ്റ് നവീകരണ പദ്ധതിയുടെ 54% ജോലികൾ പൂർത്തിയായി കഴിഞ്ഞു. 2025 അവസാനത്തോടെ പദ്ധതി പൂർത്തിയാകുമെന്നും ദുബായ് RTA അറിയിച്ചു. 13.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള സൈക്ലിംഗ്, സ്കൂട്ടർ ട്രാക്ക്, 2 മീറ്റർ വീതിയുള്ള കാൽനടപ്പാത എന്നിവ ഉൾപ്പെടുന്നതാണ് ഹെസ്സ സ്ട്രീറ്റ് നവീകരണ പദ്ധതി. ഷെയ്ഖ് സായിദ് റോഡ്, ഫസ്റ്റ് അൽ ഖൈൽ റോഡ്, അൽ അസായേൽ സ്ട്രീറ്റ്, അൽ ഖൈൽ റോഡ് എന്നീ പാതകളിലേക്കുള്ള ഇൻ്റർസെക്ഷനുകളും നവീകരണ പദ്ധതിയുടെ ഭാഗമാണ്. സൗദി അറേബ്യയിലെ ഖുറൈദയിലെ തറവാട് കൂട്ടായ്മ സ്നേഹദൂത് 2024 എന്ന പേരിൽ അതിവിപുലമായ പരിപാടികളോടെ ക്രിസ്മസ് പുതുവത്സര ആഘോഷ പരിപാടികൾ നടത്തി. വൻ ജനപങ്കാളിത്തത്തോടെ നടന്ന ആഘോഷ പരിപാടികൾ കസീം യൂണിവേഴ്സിറ്റി പ്രൊഫസർ ഡോക്ടർ സുഹാജ് ഉദ്ഘാടനം ചെയ്തു. രതീഷ് രാജു അധ്യക്ഷത വഹിച്ച പൊതുസമ്മേളനത്തിൽ അനീഷ് തോമസ്, ശ്രീമതി ജിസ മോജോ, നിഷാദ് പാലക്കാട്, മുഹമ്മദ് റാഫി എന്നിവർ സംസാരിച്ചു. പൊതുസമ്മേളനത്തിനോട് അനുബന്ധിച്ച് ഖുറൈദയിലെ വിവിധ കലാകാരന്മാരുടെ കലാപരിപാടികളും ഡാൻസുകളും ഗാനമേളയും അരങ്ങേറി. പുതുവർഷ ദിനത്തിൽ പൊതു അവധി പ്രഖ്യാപിച്ച UAE ജനുവരി 1 ഫെഡറൽ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് അവധിയായിരിക്കുമെന്ന് ബന്ധപ്പെട്ട മന്ത്രാലയങ്ങൾ അറിയിച്ചു. മെഡ്ബോട്ട് ടൗമെ റിമോട്ട് റോബോട്ട് ഉപയോഗിച്ച് ക്യാൻസർ ട്യൂമർ ബാധിച്ച കുവൈറ്റ് രോഗികൾക്ക് പ്രോസ്റ്റേറ്റ് നീക്കം ചെയ്യുന്നതിനായി മിഡിൽ ഈസ്റ്റിൽ ആദ്യത്തെ ശസ്ത്രക്രിയ നടത്തിയതായി സബാഹ് അൽ അഹമ്മദ് കിഡ്നി ആൻഡ് യൂറോളജി സെൻറ്റർ അറിയിച്ചു. ഇത്രയും സങ്കീർണവും പ്രയാസകരവുമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന ലോകത്തിലെ ആദ്യത്തെ രാജ്യങ്ങളിലൊന്നാണ് കുവൈറ്റ്. റോബോട്ടിക് സർജറികളിലൂടെ ലോകത്തൊരു പുതിയ നേട്ടത്തിന് സാക്ഷ്യം വഹിക്കുന്ന ഈ സമയത്ത് ഈ ഓപ്പറേഷൻ മിഡിൽ ഈസ്റ്റിലെ ഒരു അതുല്യ മെഡിക്കൽ നേട്ടമായി കണക്കാക്കി കുവൈറ്റിൻ്റെ മുന്നേറ്റത്തിൻ്റെ ചുവടുവയ്പായെന്ന് ചൈനയിൽ നിന്നും റിമോട്ട് വഴി ശസ്ത്രക്രിയ നടത്തിയ കേന്ദ്ര മേധാവി ഡോക്ടർ സാദ് അൽ ദോസരി പറഞ്ഞു. കുവൈറ്റിലുള്ള രോഗിയും സർജനും തമ്മിലുള്ള അകലം 7000 കിലോമീറ്ററാണ് എന്നതാണ് ഈ സങ്കീർണമായ ശസ്ത്രക്രിയയുടെ പ്രത്യേകതയെന്ന് അൽ ദോസരി വിശദീകരിച്ചു. 26ാമത് ഗൾഫ് കപ്പിന് കുവൈറ്റിൽ ആവേശകരമായ തുടക്കം. കുവൈറ്റിലെത്തിയ അതിഥികളെ അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് സ്വാഗതം ചെയ്തു. ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഗൾഫ് ജനതയുടെ കായികക്ഷമതയെ പ്രതിഫലിപ്പിക്കുന്നുവെന്ന് ഹിസൈനസ് പറഞ്ഞു. സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നാടായ കുവൈറ്റിലേക്ക് അമീർ എല്ലാവരെയും സ്വാഗതം ചെയ്തു. അറബ് ഗൾഫ് രാജ്യങ്ങളുടെ പുരാതന പൈതൃകവും ആധുനിക കലാപരമായ സ്പർശനങ്ങളും സംയോജിപ്പിച്ചുള്ള പെയിൻറ്റിങ്ങുകളുടെ അവതരണത്തിനും ചടങ്ങ് സാക്ഷ്യം വഹിച്ചു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യ അതിഥിയായിരുന്നു. നടൻ അല്ലു അർജുൻ്റെ വീടിന് നേരെ കല്ലേറ്. പുഷ്പ 2 സിനിമയിലെ റിലീസ് ദിനത്തിൽ മരിച്ച രേവതിക്ക് നീതി വേണമെന്നാവശ്യപ്പെട്ടാണ് കല്ലേറ്. അക്രമികൾ വീട്ടിലേക്ക് കല്ലും തക്കാളിയും എറിഞ്ഞു. വീട്ടിലെ ചെടിച്ചട്ടികളും തകർത്തു. അല്ലു അർജുൻ്റെ വീട്ടിലെ സുരക്ഷാ ജീവനക്കാരെയും ആക്രമികൾ കയ്യേറ്റം ചെയ്തു. സംഭവത്തിൽ 8 പേർ അറസ്റ്റിലായിട്ടുണ്ട്. പുഷ്പ 2ൻ്റെ റിലീസ് ദിനത്തിൽ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ച യുവതിയുടെ കുടുംബത്തിന് നീതി വേണമെന്നാവശ്യപ്പെട്ട് മുദ്രാവാക്യം വിളിച്ചാണ് ഗേറ്റിനുള്ളിലേക്ക് സംഘം കയറിയത്. മധുര അസിസ്റ്റന്റ് ജയിലർ ബാലഗുരുസ്വാമിയെ നടുറോഡിൽ പെൺകുട്ടി ചെരിപ്പൂരി തല്ലി. പെൺകുട്ടിയോട് തനിച്ച് വീട്ടിൽ വരാൻ ഇയാൾ ആവശ്യപ്പെട്ടതോടെയാണ് മർദ്ദനമേറ്റത്. പെൺകുട്ടി ബന്ധുക്കളെയും കൂട്ടിയെത്തി ജയിലറെ തല്ലുകയായിരുന്നു. ജയിലിലുള്ള പ്രതിയുടെ
ചെറുമകളാണ് പെൺകുട്ടി. പ്രതികളുടെ ബന്ധുക്കളായ സ്ത്രീകളോടും ഇയാൾ മോശമായി പെരുമാറിയെന്നും ആക്ഷേപമുണ്ട്. അതേസമയം പെൺകുട്ടിയുടെ പരാതിയിൽ മധുര പോലീസ് കേസെടുത്തു. സംഭവത്തിൽ ജയിലർ ബാലഗുരുസ്വാമിയെ സസ്പെൻഡ് ചെയ്തു. ക്രിസ്മസിനൊരുങ്ങി തലസ്ഥാന നഗരവീഥികളിലെ ക്രിസ്മസിനെ വരവേൽക്കാനായി പുൽക്കൂടും ക്രിസ്മസ് ട്രീയും ക്രിസ്മസ് പാപ്പാഞ്ഞിയും പല വർണ്ണത്തിൽ മിന്നുന്ന നക്ഷത്രങ്ങളുമെല്ലാം വിൽപ്പനയ്ക്കായി നിരന്നു കഴിഞ്ഞു. കാണാം ചില ക്രിസ്മസ് കാഴ്ചകൾ. സെന്ററിന് സമീപം CITU ചുമട്ടുതൊഴിലാളികളുടെ നേതൃത്വത്തിൽ പുൽക്കൂടുകൾ ഒരുങ്ങുകയാണ്. ആഘോഷനാളുകളെ വരവേൽക്കാനായി പുൽക്കൂടുകൾ വാങ്ങാനെത്തുന്നത് അനേകം പേരാണ്. ആളുകൾ വരും, തീർച്ചയായിട്ടും വരും. കാരണം ഇപ്പം കണ്ടുപോണ ആൾക്കാർ വൈകുന്നേരം വീട്ടിൽ ചെന്ന് മക്കളെയും കൊണ്ടാണ് വരുന്നത്. സെലക്ഷനൊക്കെ അവരാണ്. 8 വർഷത്തിൽ കൂടുതലായി CITU തൊഴിലാളികളായ ഞങ്ങൾ ഒരു കൂട്ടായ്മയുടെ പങ്കായിട്ട് ഇവിടെ ഈ പുൽക്കൂട് കച്ചവടമുണ്ട്. പുൽക്കൂട് മാത്രമല്ല, അതിൻ്റെ അലങ്കാര സാധനങ്ങളും ക്രിസ്മസ് ട്രീ അങ്ങനെ പല വ്യത്യസ്ത സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ വിൽക്കുന്നുണ്ട്. സഹനത്തിന്റെയും സ്നേഹത്തിന്റെയും ഓർമ്മ പുതുക്കി ഒരു ക്രിസ്മസ് കാലം കൂടി വിരുന്നെത്തുമ്പോൾ 6 പേരുടെ കൂട്ടായ്മയാണ് ഇവിടെ പുൽക്കൂടൊരുക്കുന്നത്. കൊല്ലത്ത് നിന്നും എത്തുന്ന മുളയിൽ കരുതലോടെ ഇവർ വൈക്കോൽ മേയുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ മനോഹരമായ പുൽക്കൂട് റെഡി. മുതൽ 3500 രൂപ വരെയുള്ള പുൽക്കൂടുകളും 500 രൂപ മുതൽ 2000 രൂപ വരെ വില വരുന്ന ക്രിസ്മസ് ട്രീകളുമാണ് ഇവിടെ വിൽപ്പനയ്ക്കായി തയ്യാറായിരിക്കുന്നത്. ദീർഘകാലം നിലനിൽക്കുമെന്നതിനാൽ ഈ പുൽക്കൂടുകൾക്ക് ജനപ്രീതിയേറെയാണ്. കഴിഞ്ഞ 8 വർഷത്തിലധികമായി തലസ്ഥാനത്തെ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമാണ് ഈ കൂട്ടായ്മയൊരുക്കുന്ന പുൽക്കൂടുകൾ. അമൃത ന്യൂസ്, തിരുവനന്തപുരം. BJPയുടെ ക്രിസ്മസ് സന്ദേശയാത്ര മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും മാതൃകയാക്കണമെന്ന് ബിഷപ്പ് വർഗീസ് ചക്കാലയ്ക്കൽ. സ്നേഹ സന്ദേശയാത്രയ്ക്ക് തുടക്കം കുറിച്ച് പ്രധാനമന്ത്രിയുടെ ആശംസാ കാർഡുമായി കോഴിക്കോട് ദേവമാതാ കത്തീഡ്രലിലെത്തിയ BJP നേതാക്കളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് പ്രധാനമന്ത്രിയുടെ സന്ദേശം ബിഷപ്പിന് കൈമാറി. ഇരുവരും ചേർന്ന് കേക്ക് മുറിച്ച് സന്തോഷം പങ്കുവച്ചു. വരും ദിവസങ്ങളിൽ ക്രിസ്മസ് ആശംസകളുമായി BJP പ്രവർത്തകർ കേരളത്തിലെ മുഴുവൻ ക്രൈസ്തവ ഭവനങ്ങളും സന്ദർശിക്കുമെന്ന് MT രമേശ് പറഞ്ഞു. ശരണാമൃതം co-powered by Bharat Lachna Multi-State Housing Cooperative Society Limited in association with വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുന്നു. ഇതുവരെ 29 ലക്ഷം ഭക്തരാണ് ദർശനം നടത്തിയത്. തങ്കയങ്കി ഘോഷയാത്രയുടെയും മണ്ഡലപൂജയുടെയും പശ്ചാത്തലത്തിൽ ഭക്തർക്ക് ആവശ്യമായ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. 26-നാണ് മണ്ഡലപൂജ. തീർത്ഥാടനകാലം പകുതി പിന്നിട്ടപ്പോൾ ശബരിമലയിൽ കഴിഞ്ഞ ദിവസം വരെ എത്തിയത് 28,93,210 പേരാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 4,45,703 ഭക്തരുടെ വർധനവ് ഇത്തവണ ഉണ്ടായി. തീർത്ഥാടനത്തിന്റെ തുടക്കത്തിൽ വെർച്വൽ ക്യൂ വഴിയാണ് കൂടുതലായി ഭക്തർ എത്തിയിരുന്നതെങ്കിൽ ഇപ്പോൾ സ്പോട്ട് ബുക്കിംഗ് വഴിയും നിരവധി പേരാണ് അയ്യപ്പ ദർശനം നടത്തുന്നത്. സ്പോട്ട് ബുക്കിംഗിലൂടെ എത്തുന്നവരുടെ എണ്ണം തുടർച്ചയായ 3-ാം ദിവസവും 22,000-ന് മുകളിലാണ്. കാനനപാതയായ പുല്ലുമേട്, എരുമേലി എന്നിവിടങ്ങളിലൂടെയും ഇപ്പോൾ കൂടുതലായി അയ്യപ്പന്മാർ സന്നിധാനത്തേക്ക് എത്തുന്നു. ഭക്തരുടെ എണ്ണം കൂടുന്നുണ്ടെങ്കിലും കൃത്യമായ ക്രമീകരണങ്ങൾ വിവിധ വകുപ്പുകൾ നടത്തിയിട്ടുണ്ട്. മണിക്കൂറുകൾ നീണ്ട ക്യൂ എന്ന പരാതി ഇത്തവണ ഭക്തരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. അടിയന്തര വൈദ്യസഹായവും NDRF, ഫയർഫോഴ്സ്, ദേവസ്വം ബോർഡ് വോളണ്ടിയർമാർ തുടങ്ങിയവരുടെ വിവിധയിടങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളും കൂടുതൽ മെച്ചപ്പെട്ടതാണ്. മണ്ഡല മഹോത്സവവുമായി ബന്ധപ്പെട്ട് ശബരിമലയിൽ ഭക്തജനത്തിരക്ക് നിയന്ത്രണ വിധേയമാക്കുന്നതിന്റെ ഭാഗമായി ഡിസംബർ 25, 26 തീയതികളിൽ വെർച്വൽ ക്യൂ, സ്പോട്ട് ബുക്കിംഗുകളിൽ ക്രമീകരണം എന്നിവ ഏർപ്പെടുത്തിയിട്ടുണ്ട്. തങ്കയങ്കി ഘോഷയാത്ര ശബരിമല സന്നിധാനത്തെത്തുന്ന ഡിസംബർ 25-ന് 50,000 തീർത്ഥാടകരെയും മണ്ഡലപൂജ ദിവസമായ ഡിസംബർ 26-ന് 60,000 തീർത്ഥാടകരെയുമാണ് വെർച്വൽ ക്യൂ വഴി ദർശനത്തിന് അനുവദിക്കുകയെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വ്യക്തമാക്കി. ഈ 2 ദിവസങ്ങളിലും 5,000 തീർത്ഥാടകർ വീതമായിരിക്കും സ്പോട്ട് ബുക്കിംഗിലൂടെയും ദർശനത്തിന് അനുവദിക്കുക. അമൃത ന്യൂസ്, സന്നിധാനം.
ശബരിമല മണ്ഡലപൂജയ്ക്ക് കലിയുഗവരതനായ അയ്യപ്പസ്വാമിക്ക് ചാർത്തുവാനുള്ള തങ്കയങ്കിയും വഹിച്ചുള്ള രഥഘോഷയാത്ര ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ടു. വിവിധ ക്ഷേത്രങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങി 25-ന് വൈകിട്ട് ദീപാരാധനയ്ക്ക് മുമ്പ് ഘോഷയാത്ര സന്നിധാനത്ത് എത്തും. ആറന്മുള ക്ഷേത്രത്തിലെ പ്രത്യേക പൂജകൾക്ക് ശേഷമാണ് രഥഘോഷയാത്ര ആരംഭിച്ചത്. പുലർച്ചെ 5 മുതൽ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ പൊതുജനങ്ങൾക്കായി തങ്കയങ്കി ദർശനം ആരംഭിച്ചിരുന്നു. നിരവധി ഭക്തരാണ് ഈ സമയം ദർശനത്തിനായി എത്തിയത്. രാവിലെ 7 മണിയോടെ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ദേവസ്വം പ്രതിനിധികൾ ചേർന്ന് തങ്കയങ്കി രഥത്തിലേക്ക് ആനയിച്ചു. രഥം കടന്നുപോകുന്ന വഴികളിൽ ഭക്തർ നിലവിളക്കും നിറപറയും ഒരുക്കിയിരുന്നു. വിവിധ ക്ഷേത്രങ്ങളിലെയും ഇടത്താവളങ്ങളിലെയും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി 25-ന് വൈകിട്ടോടെ ഘോഷയാത്ര സന്നിധാനത്തെത്തും. സന്നിധാനത്തെത്തുന്ന തങ്കയങ്കി തന്ത്രിയും മേൽശാന്തിയും ദേവസ്വം ബോർഡ് ഭാരവാഹികളും ചേർന്ന് ഏറ്റുവാങ്ങും. തുടർന്ന് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന നടക്കും. 26-നാണ് മണ്ഡലപൂജ. തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ തങ്കം കൊണ്ട് നിർമ്മിച്ച് നടക്കുവെച്ച 450 പവൻ തൂക്കമുള്ള ആഭരണങ്ങളാണ് തങ്കയങ്കി. തിരുമുഖം, തിരൂടൽ, കിരീടം, തൃപ്പാദം എന്നിവ ഇതിൽ ഉൾപ്പെടും. ശബരീശന് ഇവ ചാർത്തിയാണ് മണ്ഡലപൂജ നടത്തുക. അമൃത ന്യൂസ്, പത്തനംതിട്ട. ISL കേരള ബ്ലാസ്റ്റേഴ്സിന് ജയം. ബോർമൗത്തിനെ 3-0 തോൽപ്പിച്ചത്. കൊച്ചി കല്ലൂർ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ 62-ാം മിനിറ്റിൽ മുഹമ്മദൻസ് ഗോളി ഭാസ്കർ റോക്കി സമ്മാനിച്ച സെൽഫ് ഗോളും 80-ാം മിനിറ്റിൽ നോഹ സദോയുടെ ഗോളും 90-ാം മിനിറ്റിലെ അലക്സാണ്ടർ കോഫിൻ്റെ ഗോളുമാണ് മഞ്ഞപ്പടയ്ക്ക് ജയം നേടിക്കൊടുത്തത്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.